എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗുരുവായൂർ പുന്നത്തൂർ കോട്ടയിലാണ്. പുന്നത്തൂർ കോട്ട എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഗുരുവായൂരപ്പൻ്റെ ആനകളുള്ള ആനക്കോട്ടയാണ്. അപ്പോൾ പുന്നത്തൂർ കോട്ടയിലെ ആനകളുടെ കാഴ്ചകളും വിശേഷങ്ങളും ആണ് ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പം എല്ലാവർക്കും MSS ട്രാവൽ ഡയറിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് പട്ടണത്തിൽ നിന്ന് 5 കിലോമീറ്ററും ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് 3 കിലോമീറ്ററും മാറി പൂക്കോട് എന്ന സ്ഥലത്താണ് പുന്നത്തൂർ കോട്ട സ്ഥിതി ചെയ്യുന്നത്. കോട്ട എന്ന് അറിയപ്പെടുമെങ്കിലും ഇത് മറ്റു കോട്ടകളെ പോലെയല്ല, ഇതൊരു കോവിലകമാണ്. 2ാം ചേര സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്കു ശേഷം നിലവിൽ വന്ന ഒരു ചെറു നാട്ടുരാജ്യമാണ് തലപ്പള്ളി രാജ്യം. ഇപ്പോഴത്തെ ചാവക്കാട്, ഗുരുവായൂർ, കുന്നംകുളം, വടക്കാഞ്ചേരി തുടങ്ങിയ സ്ഥലങ്ങൾ ഉൾപ്പെട്ട ഈ രാജ്യത്തിന്റെ സ്ഥാപകൻ കക്കാട് ഭട്ടതിരിയായിരുന്നു. ഐനിക്കൂർ, പുന്നത്തൂർ, മണക്കുളം, കക്കാട് എന്നിങ്ങനെ 4 തായ്വഴികൾ ഉൾപ്പെട്ടതായിരുന്നു തലപ്പള്ളി രാജവംശം. 4 തായ്വഴികളിൽ ഏറ്റവും മുതിർന്ന പുരുഷനാണ് തലപ്പള്ളി രാജ എന്നറിയപ്പെട്ടത്. 18ാം നൂറ്റാണ്ടിൽ കക്കാട് ശാഖ അന്യം നിന്നതിനെ തുടർന്ന് ആ ശാഖയുടെ സ്വത്ത് പങ്കുവെക്കുന്നതിനെ ചൊല്ലി ഇതര ശാഖകൾ തമ്മിൽ തർക്കമുണ്ടായി. പുന്നത്തൂർ ശാഖ കോഴിക്കോട് സാമൂതിരിയുടെ സഹായം അഭ്യർത്ഥിക്കുകയും തുടർന്ന് സാമൂതിരിയുടെ മധ്യസ്ഥതയിൽ പ്രശ്നം പരിഹരിക്കപ്പെടുകയും ചെയ്തു. പിന്നീട് മറ്റു 3 ശാഖകൾ ചേർന്ന് അംഗീകരിച്ചിരുന്ന കക്കാട് കാരണവപ്പാട് പുന്നത്തൂർ കോട്ടയുടെ സ്വതന്ത്ര അധികാരം കൈയാളി. നൂറ്റാണ്ടുകൾക്ക് മുൻപ് പുന്നത്തൂർ സ്വരൂപത്തിന്റെ കീഴിലായിരുന്നു ഈ പ്രദേശം. പുന്നത്തൂർ സ്വരൂപത്തിന്റെ ആസ്ഥാന മന്ദിരം കൂടിയാണ് ഇത്. പുന്നത്തൂർ രാജവംശമാണ് ഈ കോവിലകം നിർമ്മിച്ചത്. 10 ഏക്കർ വിസ്തൃതിയിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. തനതായ വാസ്തുശാസ്ത്ര രീതിയിലാണ് ഈ കോട്ടയും കോട്ടയ്ക്കുള്ളിലെ 4 കെട്ടും നിർമ്മിച്ചിരിക്കുന്നത്. 400ഓളം വർഷങ്ങൾ പഴക്കമുണ്ട് ഈ കോവിലകത്തിന്. 1789 ടിപ്പുവിന്റെ 2ാം പടയോട്ടത്തിൽ പുന്നത്തൂർ കോവിലകം കൊള്ളയടിക്കുകയും കോട്ടപ്പടി, അങ്ങാടിയും പള്ളിയും അഗ്നിക്കിരയാക്കുകയും ചെയ്തു. പുന്നത്തൂർ വലിയ രാജാവ് മുതൽ ഗോദവർമ്മ വലിയ രാജാവ് വരെയാണ് ഇവിടുത്തെ നാടുവാഴികൾ. ഭൂപരിഷ്കരണ നിയമത്തിലും ഓഹരി ഭാഗം വെപ്പിലും പുന്നത്തൂർ കൊട്ടാരത്തിന്റെ പ്രതാപകാലത്തിന് മങ്ങലേറ്റു. കേസിലും വ്യവഹാരത്തിലും പുന്നത്തൂർ കോട്ട കടന്നുപോയി. പിന്നീട് റിസീവർ ഭരണത്തിലായി. പിൻതലമുറയിലുള്ളവർ വടക്കാഞ്ചേരി, നിലമ്പൂർ, തൃശൂർ, ഒറ്റപ്പാലം എന്നിവിടങ്ങളിലേക്ക് മാറിപ്പോയി. 1975 ഗുരുവായൂർ ദേവസ്വം ഈ കോട്ട വാങ്ങുകയും തുടർന്ന് ശ്രീകോവിലകം മൈതാനത്ത് പാർപ്പിച്ചിരുന്ന ആനകളെ പുന്നത്തൂർ കോട്ടയിലേക്ക് മാറ്റുകയും ചെയ്തു. പിന്നീട് ഇത് ആനക്കോട്ടയായി അറിയപ്പെടാൻ തുടങ്ങി. ഒരു കാലഘട്ടത്തിൽ 65 ആനകൾ വരെ ഉണ്ടായിരുന്ന ഈ കോട്ടയിൽ ഇപ്പോൾ 45 ആനകൾ മാത്രമേയുള്ളൂ. ഗജരാജൻ, ഗുരുവായൂർ കേശവൻ, പത്മനാഭൻ, വലിയ കേശവൻ എന്നീ കരിവീരന്മാർ ഈ കോട്ടയിലാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും വലിയ നാട്ടാന പരിപാലന കേന്ദ്രം എന്ന് പ്രസിദ്ധി ആർജിച്ചതാണ് പുന്നത്തൂർ കോട്ട. 4 കെട്ടും നടുമുറ്റമുള്ള പുന്നത്തൂർ കോവിലകവും തലയെടുപ്പോടെ നിൽക്കുന്ന ആനകളും അവയുടെ ദിനചര്യകളുമാണ് ഇവിടത്തെ കാഴ്ചകൾ. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഭക്തജനങ്ങൾ ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രനടയിൽ ആനകളെ നടക്കിയിരുത്തിയിരുന്നത്. ആനയെ നടക്കിരുത്തൽ എന്നത് ചടങ്ങ് മാത്രമായി നടത്തപ്പെടുന്നു. പ്രതീകാത്മകമായി കോട്ടയിലുള്ള ആനകളെ കൊണ്ടുവന്ന് ക്ഷേത്രത്തിൻ്റെ നടക്കിലിരുത്തിയാണ് ചടങ്ങ് നടത്താറുള്ളത്. ഇതിനൊരു നിശ്ചിത തുക ദേവസ്വത്തിൽ അടയ്ക്കേണ്ടതായുണ്ട്. കോട്ടയിലേക്ക് പ്രവേശിക്കുന്നതിന് പാസ് ഉണ്ട്. മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ്. മൊബൈൽ ക്യാമറ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് 25 രൂപയും ഡിജിറ്റൽ ക്യാമറ അല്ലെങ്കിൽ സ്റ്റിൽ ക്യാമറ ഉപയോഗിക്കുന്നതിന് 100 രൂപയുമാണ് ഫീസ്.
നമ്മൾക്കെല്ലാം അറിയാം ആന ഒരു വന്യജീവിയാണ്. ആനയെ അടുത്തറിയാനും അടുത്ത് കാണാനും ഒരു അവസരമാണ് പുന്നത്തൂർ കോട്ട. എങ്കിൽ പോലും ആനകളെ കൂടുതൽ പ്രകോപിപ്പിക്കാതെ കാഴ്ചകൾ കണ്ട്, ഗജസൗന്ദര്യം ആസ്വദിച്ച് ആനകളുടെ കാഴ്ചകൾ കണ്ട് അവരുടെ ദിനചര്യകൾ കണ്ട് പോവുക എന്നത് തന്നെയായിരിക്കും ഉചിതം. കോട്ടയിലുള്ള ഏകദേശം പകുതി ആനകളെ മാത്രമേ നമുക്ക് അടുത്ത് കാണുവാൻ സാധിക്കുകയുള്ളൂ. കുറച്ച് ആനകളെ തൊട്ടടുത്തുള്ള ഒരു മൈതാനത്ത് തന്നെയാണ് പാർപ്പിച്ചിരിക്കുന്നത്. അങ്ങോട്ടേക്ക് നമുക്ക് പ്രവേശനമില്ല. അതിൽ കൂടുതലും മതപ്പാട് കാലത്തിലുള്ള ആനകളും ചികിത്സയിലുള്ള ആനകളും ഒക്കെയാണ് ആ ഒരു ഗ്രൗണ്ടിൽ ഉള്ളത്. വരുമ്പോൾ തന്നെ ഇടതുവശത്തായിട്ട് വിശാലമായ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. അതിനോട് തൊട്ട് തന്നെ ടോയ്ലറ്റ് സംവിധാനങ്ങളുമുണ്ട്. അപ്പോൾ പുന്നത്തൂർ ആനക്കോട്ടയുടെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുക. ഇഷ്ടപ്പെട്ടവർ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ഓക്കെ, ബൈ.